പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഏതായാലും ഇന്ന് ഓഗസ്റ്റ് 14, നാളെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. ഏവർക്കും അഡ്വാൻസായി ഒരു സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 14 സുപ്രഭാതം ദിനപത്രത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുണ്ട്. വിദ്യാപ്രഭാതം പേജിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചവർ എന്ന തലക്കെട്ടിൽ CK മുഷ്താഖ് ഒറ്റപ്പാലം, അധ്യാപകന്, MES കല്ലടി കോളേജ്, മണ്ണാർക്കാട്. പ്രിയപ്പെട്ട മുസ്താഖ് ഒറ്റപ്പാലത്തിൻ്റെ ലേഖനമാണ്. നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചവർ എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന ആ ഒരു പോയിന്റിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിലേക്ക് കിടക്കാം. നമുക്ക് ഒന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചവരെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള ദീർഘവും ശക്തവുമായ ഒരു പ്രസ്ഥാനമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. 18-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് 200-ലധികം ചെറുതും വലുതുമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഈ മണ്ണിൽ അരങ്ങേറി. 1857 കലാപം, നിസ്സഹകരണ പ്രസ്ഥാനം, ദണ്ഡി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് തുടങ്ങി പ്രധാന സംഭവങ്ങളും നിരവധി കൂട്ടക്കൊലകളും പ്രതിഷേധങ്ങളും ഈ യാത്രയെ രൂപപ്പെടുത്തി. മഹാത്മാഗാന്ധി നയിച്ച സമാധാന മൂവ്മെൻറ്റുകളും മറ്റു വിപ്ലവകാരികളുടെ സായുധ കലാപങ്ങളും സന്ധി സംഭാഷണങ്ങളും വട്ടമേശ സമ്മേളനങ്ങളും ഈ പോരാട്ടത്തിന് വീര്യം കൂട്ടി. നേതാക്കൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ, വിപ്ലവകാരികൾ, സാധാരണക്കാരുൾപ്പെടെ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി ഒന്നിച്ചു. ഒടുവിൽ വലിയ ത്യാഗങ്ങൾക്ക് ശേഷം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ആ സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച ചില നേതാക്കളെക്കുറിച്ച് നമുക്ക് വായിക്കാം. ആദ്യമായി മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നയിച്ച മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. 1869 ഒക്ടോബർ 2 ജനനം. മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. സത്യത്തിലും അഹിംസയിലും അദ്ദേഹം വിശ്വസിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. സ്വാതന്ത്ര്യത്തിനായി സമാധാനപരമായി പോരാടാൻ ഗാന്ധിജി ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചു. ലളിത ജീവിതം നയിച്ചു. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നു. അടുത്തത് ബഹദൂർ ഷാ സഫർ, ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ അധികാരം പരിമിതമായിരുന്നെങ്കിലും 1857 ബ്രിട്ടീഷ് ഭരണകാലത്തിനെതിരായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രതീകാത്മക നേതാവായി. കലാപം പരാജയപ്പെട്ടതിന് ശേഷം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റംഗൂണിലേക്ക് നാടുകടത്തി. അവിടെ വെച്ച് അദ്ദേഹം മരിച്ചു. സഫർ എന്ന തൂലിക നാമത്തിൽ ഉറുദുവിൽ കവിത രചിച്ചിരുന്നു. അടുത്തത് ബീഗം ഹസ്രത്ത് മഹൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്കുവഹിച്ച ധീര വനിത. അവധിയിലെ ലക്നൗ, നവാബ് വാജിദ് അലി ഷായുടെ ഭാര്യ. ബ്രിട്ടീഷുകാർ അവധിയിലെ ഭരണം ഏർപ്പെടുത്തിയപ്പോൾ ഭർത്താവിൻ്റെ അഭാവത്തിൽ ലക്നൗവിൽ അവർ സമരത്തിന് നേതൃത്വം നൽകി. ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ ധീരമായി പോരാടിയ അവർ ധൈര്യത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പ്രതീകമായി.
അടുത്തത് ദാദാഭായ് നവറോജി, ഇന്ത്യൻ ദേശീയതയുടെ മുത്തശ്ശൻ എന്നറിയപ്പെടുന്ന നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനായിരുന്നു. കോളനി ഭരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ച് ചോർച്ച സിദ്ധാന്തം മുന്നോട്ട് വച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നവറോജി ഒരു മിതവാദിയായി അറിയപ്പെട്ടു. അടുത്തത് ബദറുദ്ദീൻ തൊയ്യിബ്ജി, സ്വാതന്ത്ര്യസമര നേതാക്കളിൽ പ്രമുഖനും അഭിഭാഷകനുമായ ബദറുദ്ദീൻ തൊയ്യിബ്ജി 1887 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡൻ്റായിരുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസവും സാമൂഹിക പരിഷ്കാരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി തൊയ്യിബ്ജി പ്രവർത്തിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തെ പ്രോത്സാഹിപ്പിച്ചു. മുസ്ലിം വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി അഞ്ജുമാൻ ഇ ഇസ്ലാം സ്ഥാപിച്ചു. അടുത്തത് ലാൽ ബാൽ ഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ, ലാലാ ലജ്പത് റായ്, ത്രിമൂർത്തികൾ. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ശക്തവും ധീരവുമായ ആശയങ്ങൾക്ക് പേരുകേട്ടവർ. സമാധാന പ്രതിഷേധങ്ങളിൽ വിശ്വസിച്ചിരുന്ന ചില നേതാക്കളിൽ നിന്ന് വ്യത്യസ്തരായി സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ കൂടുതൽ സജീവവും ഉറച്ചതുമായിരിക്കാൻ ലാൽ പാൽ ഇന്ത്യക്കാരെ പ്രോത്സാഹിപ്പിച്ചു. അടുത്തത് മോത്തിലാൽ നെഹ്റു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന വ്യക്തിത്വമായിരുന്നു മോത്തിലാൽ നെഹ്റു. പ്രമുഖ അഭിഭാഷകനായ അദ്ദേഹം 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവായിരുന്നു മോത്തിലാൽ നെഹ്റു. അടുത്തത് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, അതിർത്തി ഗാന്ധി മഹാത്മാഗാന്ധിയെയും അഹിംസയെയും ആരാധിച്ചിരുന്നു. ഖുദായ് ഖിദ്മത്ഗർ പ്രസ്ഥാനത്തിൻ്റെ അഥവാ ദൈവദാസന്മാർ സ്ഥാപകനാണ്. അടുത്തത് മൗലാന ഹസ്രത്ത് മൊഹാനി, സ്വാതന്ത്ര്യസമര സേനാനിയും കവിയും രാഷ്ട്രീയ നേതാവുമായിരുന്നു മൊഹാനി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരകാലത്ത് ജിഹ്വായി മാറിയ ഇൻകുലാബ് സിന്ദാബാദ്, വിപ്ലവം നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യത്തിലൂടെ പ്രസിദ്ധനായി. നിസ്സഹകരണ പ്രസ്ഥാനത്തിലും സജീവമായി. അദ്ദേഹം പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ട ചുരുക്കം ചില നേതാക്കളിൽ ഒരാളായിരുന്നു. ഉറുദു കവിയായിരുന്നു. മൊഹാനിയുടെ കവിതകൾ നിരവധി ആളുകളെ പ്രചോദിപ്പിച്ചു. അടുത്തത് അലി സഹോദരന്മാരെന്നറിയപ്പെട്ട മൗലാന മുഹമ്മദ് അലി 1878 മുതൽ 1931 വരെ. മൗലാന ഷൗക്കത്ത് അലി 1873 മുതൽ 1938. ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര സേനാനികളും ഖിലാഫത്ത് നേതാക്കളുമായിരുന്നു. മഹാത്മാഗാന്ധിയോടൊപ്പം പ്രവർത്തിച്ച അവർ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചു. ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാട്ടത്തിൽ പങ്കുചേരാൻ പലരെയും പ്രചോദിപ്പിക്കുകയും ചെയ്തു. അടുത്തത് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായി, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി. ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം എന്നിവയിൽ നെഹ്റു വിശ്വസിച്ചിരുന്നു. 1947 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം വിദ്യാഭ്യാസം, വ്യവസായം, ശാസ്ത്രം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹം ആധുനിക ഇന്ത്യയുടെ ശില്പികളിൽ ഒരാളായി. നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു. അടുത്തത് മൗലാന അബ്ദുൽ കലാം ആസാദ്, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കളോടൊപ്പം പ്രവർത്തിച്ച ആസാദ് ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ ശക്തമായി വിശ്വസിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റുമാരിൽ ഒരാളും നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന
പിന്തുണക്കാരനുമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായ അദ്ദേഹം രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ശക്തമായ അടിത്തറ പാകി. മൗലാന ആസാദ് മികച്ച എഴുത്തുകാരനും ചിന്തകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആഘോഷിക്കുന്നു. അടുത്തത് സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ധീരവും നിർഭയവുമായ സമീപനത്തിലുള്ള പേരുകേട്ട സ്വാതന്ത്ര്യ സമര സേനാനി. ആവശ്യമെങ്കിൽ സായുധ പോരാട്ടത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ച് ബ്രിട്ടീഷുകാരെ നേരിടാൻ ജപ്പാനെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് സഹായം തേടി. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും എന്ന പ്രചോദനാത്മകമായ മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റേതാണ്. അടുത്തത് സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിക്കുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾ, സാമൂഹിക നീതി, ദേശീയ ഐക്യം എന്നിവയ്ക്ക് വേണ്ടി സംസാരിച്ചു. അടുത്തത് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. മുസ്ലിം പണ്ഡിതനും ആത്മീയ നേതാവുമായിരുന്നു മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. ബ്രിട്ടീഷ് അനീതിക്കെതിരെ മലബാർ ജനതയെ നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളാൻ അദ്ദേഹം തൻ്റെ ഖുതുബകളിലൂടെയും രചനകളിലൂടെയും സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് ഫസൽ തങ്ങളെ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകളുടെ പേരിൽ നാടുകടത്തി. അടുത്തത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. കേരളത്തിൽ നിന്നുള്ള ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ 1921 നടന്ന മലബാർ സമരങ്ങളുടെ പ്രധാനി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ നൽകിയ വീരനായകനായി അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു. അടുത്തത് ബ്രഹ്മദത്തൻ നമ്പൂതിരി. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ബ്രഹ്മദത്തൻ നമ്പൂതിരി. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മലബാറിലുടനീളം അവബോധം വളർത്തുന്നതിനായി പ്രവർത്തിച്ചു. അടുത്തത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുൻ പ്രസിഡന്റും പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ചേരാൻ ആളുകളെ പ്രചോദിപ്പിക്കുന്നത് അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസവും സാമൂഹിക അവബോധവും പ്രചരിപ്പിക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തെ പ്രോത്സാഹിപ്പിച്ചു. അടുത്തത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. കേരളത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയും നേതാവുമായിരുന്നു. വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം, ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അദ്ദേഹം നിലകൊണ്ടു. മലബാറിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ശക്തനായ വക്താവായി. അടുത്തത് വെളിയംകോട് ഉമ്മർ ഖാളി. ബ്രിട്ടീഷ് ഭരണത്തിൽ നികുതി നിഷേധ സമരം ആദ്യമായി പ്രഖ്യാപിച്ചത് ഉമ്മർ ഖാളിയാണ്. അറബിയിലും മലയാളത്തിലും നിരവധി കവിതകൾ രചിച്ചിട്ടുണ്ട്. മതനേതാവ് എന്നതിലുപരി സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടു. ഭൂവുടമകളുടെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും മർദ്ദക സമീപനത്തിൽ നിന്ന് അദ്ദേഹം ജനങ്ങളെ രക്ഷപ്പെടുത്തി. പൊന്നാനി താലൂക്കിലെ പണ്ഡിത കുടുംബങ്ങളിൽ ജനിച്ച അദ്ദേഹം 1852 95-ാം വയസ്സിൽ അന്തരിച്ചു. അടുത്തത് ആലി മുസ്ലിയാർ. മലബാർ സമരകാലത്തെ പ്രമുഖ നേതാവും ആത്മീയ നേതാവും ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ പ്രധാന വ്യക്തിയുമായിരുന്നു ആലി മുസ്ലിയാർ. തിരൂരങ്ങാടിയായിരുന്നു അലി പ്രധാന കേന്ദ്രമെങ്കിലും ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലും അനേകം ശിഷ്യഗണങ്ങളും ആത്മീയ ബന്ധങ്ങളും മുസ്ലിയാർക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണത്തിനെതിരെ മലബാറിൽ ജനങ്ങളെ സംഘടിപ്പിക്കുകയും സമരങ്ങളിൽ സമാധാനപരമായി ഇടപെടുകയും ചെയ്തു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും കുമരമ്പത്തൂർ സീതി കോയ തങ്ങളുടെയും കൂടെ മലബാർ സമരങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അടുത്തത് കുമരമ്പത്തൂർ സീതി കോയ തങ്ങൾ. 1921-22 കാലഘട്ടത്തിലെ മണ്ണാർക്കാട്ടെ പ്രമുഖ നേതാവായിരുന്നു കുമരമ്പത്തൂർ സീതി കോയ തങ്ങൾ.
ഖിലാഫത്ത് സമരകാലത്ത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആലി മുസ്ലിയാരുടെയും സന്തത സഹചാരിയായി ബ്രിട്ടീഷ് പട്ടാളത്തോട് ഏറ്റുമുട്ടി. വള്ളുവനാട് ഡിവിഷനിൽ നിയോഗിക്കപ്പെട്ട അദ്ദേഹം സൈനിക നേതൃത്വം പ്രകടിപ്പിക്കുകയും സൈനികരെ നിയമിക്കുകയും അവർക്ക് പരിശീലനം നൽകുകയും ആയുധങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ചെമ്പ്രശ്ശേരി തങ്ങളോടൊപ്പം ബ്രിട്ടീഷ് സൈന്യത്തിന് കീഴടങ്ങിയ സിദ്ദിഖ് തങ്ങളെ 1922 ജനുവരി 9 ഫയറിംഗ് സ്ക്വാഡ് വിചാരണ ചെയ്ത് വധിച്ചു. അടുത്തത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. പണ്ഡിതനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസവും സാമൂഹിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിച്ചു. മലബാർ സമരങ്ങളുടെ മുന്നണി പോരാളികളിൽ ഒരാളാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ഇത്രയും ആളുകളെയാണ് ഇന്ന് പ്രിയപ്പെട്ട CK മുസ്താഖ്, ഒറ്റപ്പാലം MES കലടി കോളേജ് അധ്യാപകൻ കൂടിയാണ് പ്രിയപ്പെട്ട മുസ്താഖ്. അദ്ദേഹം ഇന്ന് നമ്മുടെ വിദ്യാപ്രഭാതം എന്ന പേജിൽ സുപ്രഭാതത്തിൽ എഴുതിയിട്ടുള്ളത് വളരെ കൃത്യമായി തന്നെ നാളെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ മുൻപേ നയിച്ചവരുടെ ആ ഒരു പേജിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ കാണിക്കുന്നത്. ഏതായാലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് നേടിയതാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യം. ഇനിയും ഏതായാലും ഒരുപാട് ത്യാഗങ്ങളും ത്യാഗപൂർവമായ സമരമുഖങ്ങളുടെയൊക്കെ കഥകൾ നമുക്ക് ഇനിയും ഒരുപാടേറെ ഈ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് കേൾക്കാനുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു സുപ്രഭാതം ദിനപത്രത്തിൽ വന്ന ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചവർ എന്ന തലക്കെട്ടിൽ ഇതിൽ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട നമുക്കറിയുന്ന സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമുക്ക് പാഠങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു മഹാത്മാക്കളായ നേതാക്കളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇവരൊക്കെ ജീവൻ കൊടുത്തും അവരുടെ ജീവിതം കൊടുത്തുമൊക്കെ അവരുടെ ജീവനും സ്വത്തുമൊക്കെ നൽകിയാണ് നമ്മുടെ രാജ്യത്തെ ഈ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലക്ക് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലക്ക് നമ്മുടെ ഇന്ത്യയെ പടുത്തുയർത്താൻ നേതൃത്വം നൽകിയ നേതാക്കളാണ് ഇവരൊക്കെ. അവരൊക്കെ നമ്മൾക്ക് മുന്നിലൂടെ കടന്നുപോയ മഹാ വ്യക്തിത്വങ്ങളാണ്. അവരൊക്കെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ രാജ്യം ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നാളെ നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇവരെപ്പോലുള്ളവരെ ഓർത്തെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് നാൾ കാലങ്ങൾ പിന്നിടുമ്പോഴും ഈ മതസൗഹാർദ്ദ അന്തരീക്ഷത്തോടുകൂടി ഏറ്റവും നല്ല ജനാധിപത്യ രാജ്യം എന്നുള്ള നിലക്ക് നമ്മുടെ രാജ്യത്തെ വ്യത്യസ്തമായി മറ്റു രാജ്യങ്ങളിൽ നിന്ന് കാണാനും എല്ലാ മതങ്ങളും മനുഷ്യരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു നല്ല നാളെയുടെ പ്രതീക്ഷയായി നമ്മുടെ രാജ്യത്തെ മാറ്റിയെടുക്കാൻ ഓരോ പൗരന്മാരും നമ്മളെപ്പോലുള്ള സാധാരണക്കാരുമൊക്കെ മുന്നോട്ട് വരട്ടെ എന്നുകൂടി ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി നാളെയാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15. അതിന് അഡ്വാൻസായി ഏവർക്കും ഒരു സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ പര്യവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള ചരിത്രങ്ങൾ മറ്റ് പ്രധാന ലേഖനങ്ങൾ അതുപോലെ തന്നെ ചരിത്രാനുസ്മരണങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാസ്സലാമ.